നമ്മുടെ ആഷ് ബ്രൂട്ടലിന്റെ പുതിയ PC-യുടെ ലോഞ്ചാണ്. പ്രത്യേകം എന്താ വെച്ചാൽ അവന് ഒരു ഐഡിയ ഇല്ല ഇത് അവന്റെ PC ആണെന്ന്. കാരണം നമ്മൾ അവനത് പറഞ്ഞേക്കണത് ഡീം എടുക്കാൻ പോകുന്ന PC എന്നാ. അവനിലേക്ക് ഒരു സർപ്രൈസ് പോലെ പ്ലാൻ ചെയ്യാം, മനസ്സിലായോ? അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ ലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല നമസ്കാരം. ആരുടെ PC നിങ്ങൾ അറിയാമോ? പിന്നെന്തിനാ ഈ അർദ്ധരാത്രിക്ക് ഇവിടെ വന്ന് കയറിയത്? ഞങ്ങൾക്കൊരു നാടകം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം. അപ്പം ആഷ് ഇതിപ്പോ അവിടെ മറ്റേ കാർ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയിക്കോ. ആഷിന് ഒരു പിടുത്തമില്ല എന്താവും. ഞാൻ എന്റെ അവന് ഒരു ഐഡിയ ഇല്ല ഇത് അവന്റെ PC ആണെന്ന്. ഞാനൊരു പൊട്ടൻ. വെറുതെ പൊട്ടക്കളിക്കുമായിരുന്നു. എനിക്കൊരു മാസം മുമ്പേ അറിയുന്നത്. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് വിമാനം അല്ലെ ജീവിതം തുടങ്ങണം. ജീവിതം അങ്ങനെയാണ്. എല്ലാ വെളിച്ചവും കെട്ട് കഴിഞ്ഞു നമുക്ക് വേണ്ടി കത്തുന്നൂറും വഴിക്കും എവിടെയെങ്കിലും ഉണ്ട്. അത് കണ്ടെത്തേണ്ട കാര്യമോ? പാവള കിട്ടിയപ്പോ തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്തടാ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നെ 2 വട്ടം വീഡിയോ കോൾ ചെയ്തിരുന്നത് അവൻ. സത്യം പറയാല കഴിച്ച് ഇന്നേ വരെ ആഷ് അവന്റെ FPS-ന്റെ മുകളിൽ അവൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ചത്തത് FPS ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവന്റെ സ്ട്രീമിന്റെ അവന്റെ ബാക്കിയുള്ളതിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ലൈവ് കാണുന്ന ഒരു പുള്ളി നേരിട്ട് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് അവനെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അവൻ കളിക്കണത്, അതുകൊണ്ട് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവനത് ചെയ്തു കൊടുത്തത്. പറയാതിരിക്കാൻ വയ്യ. സത്യമായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവൻ അങ്ങനെ ഒരു പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല? ആഷ് അങ്ങനെ അവൻ അങ്ങനെ ഒരു പരാതി ഇതുവരെ എന്നോടും വന്ന് പറഞ്ഞിട്ടില്ല ചേട്ടാ. സത്യമായിട്ട് എന്നോട് PC-യുടെ സാധനം വേണോന്നോ അല്ലെങ്കിൽ അത് വേണോ ഇത് വേണോന്നോ ഒന്നും. കുറെ പേര് ടി വി ഇറങ്ങിയ സമയത്ത്, ഞാൻ സത്യം പറയാലോ, TV-ക്കകത്തുനിന്ന് ഇറങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന പിള്ളേർ എൻ്റെ അടുത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് പേര് ലൈവ് ഇടുന്ന ആൾക്കാരെ പറ്റിയല്ലാതെ ലൈവ് ഇടാത്ത ഇതിനകത്ത് നിന്ന് കുറച്ച് പേര് ഇതുവരെ എൻ്റെ അടുത്ത് ഈ പറയണത് പോലെ അനാവശ്യ കാര്യത്തിന് ഒരു എമൗണ്ട് പോലും അവന്മാർ ചോദിച്ചു മേടിച്ചിട്ടില്ല. വിച്ച് ടോപ്പ് 4 ലുക്ക് സ്ട്രോങ്ങർ ഫോർ IPL 2016? CSKയുടെ ലൈനപ്പ് എന്തുവാടാ? സഞ്ജു വരാനുണ്ടാവും. എന്റെ ഫേവറേറ്റ് ടീം ഓൾറെഡി എല്ലാവർക്കും അറിയാലോ, CSK തന്നെയാണ്. എന്താ മുംബൈ കിട്ടില്ല? നീ ശൃംഗരിക്കണ എന്തിനാന്ന് നോർമലി പറഞ്ഞ മുംബൈ ആണ് കിട്ടില്ല എന്ന് പറഞ്ഞത്. നീ എങ്ങനെ പറയാൻ അറിയാം? മുംബൈയാ കിട്ടില്ല, ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന മുംബൈ ഫാൻസിന് തന്നെ നിന്നെ തുപ്പിത്തരും. മുംബൈ സൂപ്പർ. ഇങ്ങനെ പറയണം അല്ലാതെ തോന്നിരിക്കണ തോന്നിനെ പോലല്ലോ പറയണത്. How life going to feel in Kerala? വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാണോ? വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാ. എന്നാ തുടങ്ങണേ? ഡേറ്റ് ഈ വേൾഡ് കപ്പ് എത്ര 5 വർഷത്തിന് ശേഷമോ? 4 റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് me a membership gift. Whole world to play. It's your world, my world, our world today. And we invite the whole world to play. And me Mundo. ഞാനൊരു ഡൈഹാർഡ് ഫുട്ബോൾ ഫാൻ ആണ്. ഞാൻ ഈ വട്ടം റൊണാൾഡോയുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് സ്പെയിൻ തന്നെ ജയിക്കണം. ഈ വട്ടം ഇവരൊക്കെ കൊണ്ടോടാ, എന്താ റൊണാൾഡോയും മെസ്സിയൊക്കെ കൊണ്ടോ? അവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ? ജൂൺ 11 തീയതി അല്ലേ? The scariest teams of the Planta pa mi casa, yo te espero sin nada. Dime qué es lo que pasa. Eso es lo que no hay conocido.
ഏതാണ് പറഞ്ഞോ. ഞാൻ വേണമെങ്കിൽ ഏതാ വെള്ളയാണോ ഇതാണോ പെട്ടെന്ന് പറ. അല്ലല്ല അത് വെള്ളയല്ല. ഡാർക്ക് ബ്ലൂ. ഇത് ഫ്രാൻസ്. പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാത്തതാണ്. ഇതേതാണ് ചാറ്റത്തിന് നോക്കണേ. എല്ലാരും പറയല്ലേ. ഇത് സൗത്ത് ആഫ്രിക്ക. അത് ലാമിന്യ. ഇതാണല്ലോ സ്പെയിൻ. ഇത് ജേഴ്സി മാറി ഈ ഇടയ്ക്ക് കാണാം. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെയൊക്കെ പറയണല്ലേ. നിലത്തിറങ്ങൂല. എടാ ഫുട്ബോളിൽ ശരിക്കും സൗത്ത് ആഫ്രിക്ക ഉണ്ടോ? ഇത് ജർമ്മനിയാണ്. സൗത്ത് ആഫ്രിക്ക ഉണ്ട്. ഉണ്ടോ? വേൾഡ് കപ്പ് ക്വാളിഫൈഡ് ടീമാണോ സൗത്ത് ആഫ്രിക്കയൊക്കെ? കളിക്കുന്നുണ്ട്. ഫസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്കന്റെ ആണോ? അറിഞ്ഞ സന്തോഷം. അല്ല ഞാനപ്പോ വേറൊരു കാര്യം കേസ് ഞാൻ ഒരു ഡൗട്ടോടെ ചോദിച്ചിട്ട് അറിയാത്തതുകൊണ്ടാണ്. ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ പോലെ ഓൾറെഡി ഈ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ടീംസിനൊക്കെ സ്ലോട്ട് ഉണ്ട്. അതുപോലെ ക്വാളിഫയേഴ്സ് കളിച്ച് വരുന്ന ടീമുകളും ഉണ്ടോ ഇതിനകത്ത്? ക്വാളിഫയേഴ്സ് കളിക്കണം എല്ലാരും ക്വാളിഫയേഴ്സ് കളിക്കണോ? പിന്നെ കൺഫേം ആയിട്ട്. അപ്പൊ ബ്രോ ഫോർഗോട്ട് മിൽക്ക് ബോട്ടിൽ. ഇവിടെ ഇതൊക്കെ തന്നെ. ഇവിടെ ഒരുത്ത കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാൻ പോയിട്ട് ഒരു കൊച്ചു അവര് ഒരു കൊച്ചിനെ കൊണ്ട് വന്നിട്ടേ, ഞാൻ പറഞ്ഞില്ല ഹോട്ടലിലെ കൊച്ചിനെ കൊണ്ട് വന്നിട്ട്, പെങ്കൊച്ചാട്ടോ പെങ്കൊച്ച്. ഇപ്പൊ പുള്ളിക്കാരി കുറെ നേരം ഇവനിങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു മോനെ ഒന്ന് തരൂ, കുട്ടി അവർ രണ്ടുപേരിടത്തൊന്നും ഇരുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞാൽ ശരി കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ കൈയൊക്കെ എടുത്ത് തലമുടിയിലൊക്കെ തഴുകൂലേ, ആ കൊച്ചിന് തലമുടിയൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നു. പെങ്കൊച്ച അവിടെ പിടിച്ചു പറിച്ചുകൊണ്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ ഒരു മണിക്കൂർ എടുത്തു. മനസ്സിലായ? ഭയങ്കര പ്രശ്നമാണ് ഇവന്മാരൊക്കെ. എന്ത് പറയാൻ ആരുടെ പോലതാ പറഞ്ഞു നാക്കെടുത്തേ ഉള്ളൂ. കോട്ടിട്ടും കളസ് വെട്ടും വരെ വന്നു നിൽക്കുന്നു. You won't believe why he risked it. Before the morning sunlight. എന്താണ് ചില്ലറ കഴപ്പണ പട്ടികയൊക്കെ. വെള്ളപ്പൊക്കം നടക്കണ അവിടെ, വെള്ളപ്പൊക്കം അയച്ചിടക്കേ. കന്നിമാസത്തിന്റെ വീഡിയോ ആണ്. Bro, hi. So, what do you do for a living? I drive, bro. Drive what? Motorsports. Motorsports? Yeah, boy. ഫോട്ടോ സ്പോർട്സ് എന്ന് പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞ മറ്റേ സീരിയസ് വീഡിയോ ആണെന്ന് വിചാരിച്ചേട്ടാ ആദ്യം. ജി ലൈവില് ഗൗതം റോയിനെ പോലെ കാണാൻ. ശരി ഒരു കട്ടുണ്ട് ഗൗതം റോഡ് കട്ടുണ്ട്. വണ്ടി നിർത്തിക്കേ. എന്നടാ അതല്ല സാറേ, മുന്നേ പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുനിന്ന് ഡാമിലേക്ക് ഇട്ടായിരുന്നു. പോയി. അതെ, ഈ ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ബംഗാൾ. രാമനാകുമ്പോ പിന്നെ തൊപ്പി വെച്ചാലും കുഴപ്പമില്ല. ഭർത്താവ് ദുബായ്. നാട്ടിലുണ്ട്.
നാട്ടിലുണ്ടെന്ന് പറയുമ്പോ മുഖം പോയത് കേട്ടാ. ദുബായ് നാട്ടിലുണ്ട്. അതൊക്കെ തിരിച്ചു കൊടുത്തു കേട്ടാ, നിവേദനം തിരിച്ചു. കള്ളം പറയുന്നടാ. ഇവിടെ നിന്റെ അപ്പ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒറ്റമൂടി. അയ്യോ അല്ല സാർ ഇത് വിദേശത്തുനിന്ന് വരുമോ? വിദേശത്തുനിന്ന് ആ രാജസ്ഥാനിൽ നിന്ന് ട്രെയിനിൽ ആളിപ്പോ കൊണ്ടുവന്നു. അന്ന് നിങ്ങൾ എന്നെ വെറുതെ പറഞ്ഞു ഞാനൊരു പടുവാഴാന്നല്ലയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയാം. 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയോ? 50 പവന്റെ സ്വർണ്ണ കപ്പ്. നീയൊക്കെ എന്ത് പണ്ടന്മാരാ? ഇത് കുറെ പീസില്ലേ? ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെള്ളിയാണല്ല. എന്നെ നെഞ്ചത്ത് വെച്ച് വെള്ളി ചെയ്യണം. സാറേ ഫുഡ് കൊണ്ടുവന്ന് ഒരു 2 പൊറോട്ട നമ്മളും കൂടെ പറയാറുണ്ടല്ലേ. എടാ എന്തൊക്കെ പറഞ്ഞാലും ദ ബെസ്റ്റ് ക്യാരക്ടർ. എന്ത് കിടിലോ അല്ലേ ഇങ്ങനെ ഇത് ചെയ്യണേ. ഞാൻ പുള്ളി ഇപ്പോഴത്തെ റിയൽ ലൈഫിലത്തെ മറ്റേ ഈ മീഡിയയുടെ മീറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ കാണുന്ന വിനായകനും ഈ ആടിനകത്ത് പുള്ളിയുടെ ഡ്യൂഡ് എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ എന്ത് ഷിഫ്റ്റ് അല്ലേ? നിങ്ങൾ ആരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം നമ്മൾ. അച്ഛോ അതേപോലെയാണ് മാറണേ. ഈ ക്യാരക്ടർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ എവിടെ കണ്ടല്ലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെടാ സ്കൈഡാക്സേ. എടാ നീ ഹൈഡ് ചെയ്യണ്ടടാ. നീ ഹൈഡ് ചെയ്യണ്ട. എടാ ഇത് മറ്റേ കൊച്ചു പിള്ളേരാണടാ സ്കൈഡാക്സേ. ഇവന്മാർക്ക് ഒന്നും പറഞ്ഞ തലേ കേറൂല. ഇവന്മാർ അടുത്ത അക്കൗണ്ടായിട്ട് വരും. എടാ അവൻ അവിടെ ഇരുന്ന് കാണട്ടാ. എടാ അവൻ അവിടെ ഇരുന്ന് കാണട്ടെ. അവിടെ ഇരുന്ന് കാണുമ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അവനിരുന്ന് കാണട്ടാ. അവൻ എന്തോ പറഞ്ഞേ? ഞാൻ കണ്ടില്ല. നീ ഒന്ന് പറഞ്ഞേ. അവൻ എന്തോ പറഞ്ഞു? Which one you will choose? 99% of people pick the wrong island. Your plane crashes, and you can only swim to one of these 3 islands. The first island is full of poisonous snakes. The second has fresh water and fruit like paradise, but a tribe that plays strange games with outsiders. The third looks peaceful and empty, but one wrong step triggers deadly trap. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ. പിന്നെ രണ്ടാമത്തെ ഐലൻഡിൽ ഒരു പാമ്പുണ്ട്. അതും പ്രശ്നമാണ്. ഇവിടെ പാമ്പുണ്ടാ. ഇല്ല അങ്ങനെയാലും എന്നാ പിന്നെ പാമ്പ് അടിച്ചാവട്ടെ. ഇങ്ങനെ വല്ല സാമാനത്തിലും എല്ലാം കയറി ചാവാം. ഞാനിതേ ചൂസ് ചെയ്യുള്ളൂ. അല്ല ഞാൻ ഇതേ ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് പേടിയാ. പിന്നെ പാമ്പന് അടി കിടന്ന് അന്നേരം ചാവും. But one wrong step triggers deadly trap. പാമ്പിന്റെ അടിയിൽ നിന്ന് ഒറ്റയടിക്ക് ചാവൊന്നുമില്ല നീ വിചാരിക്കുന്ന പോലെ. എടാ പാമ്പിന്റെ കടി എന്ന് പറഞ്ഞോണ്ടല്ലോ. പാമ്പിന്റെ കടി നമ്മുടെ മറ്റേ ശരീരത്തിനകത്തൊക്കെ ചെന്ന് ബ്ലഡ് ഒക്കെ ക്ലോട്ടായി കട്ടായി ശ്വാസമൊക്കെ മുട്ടിയേ ചാവുള്ളൂ. ഒറ്റയടിക്കൊന്നും ചാവൂല്ലോ. പാമ്പ് അടിച്ച അപ്പൊ തന്നെ ചാവോ? ഇല്ല. എടാ എന്നാലും നല്ല പെയിൻഫുൾ ആയിരിക്കും.